അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ കേരളീയ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഇന്ത്യയിലെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുകയുണ്ടായത്. തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയും വിജയിക്കുകയും ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഈ താഗൂത്തിന് വിധേയപ്പെടുന്ന അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് എതിരായ ഒരു നിലപാട് സ്വീകരിക്കുന്നതാവുകയില്ലേ എന്ന നിലക്കുള്ള ഒരു ചോദ്യമാണ്. 23 വർഷം കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം പൂർത്തിയാക്കപ്പെട്ടത്. അതിന്റെ ഒടുവിലാണ് മദ്യം, ചൂതാട്ടം, പലിശ തുടങ്ങിയത് വിലക്കപ്പെട്ടത്. അത് നടപ്പിലാക്കപ്പെടാൻ നമ്മുടെ സാഹചര്യത്തിൽ കാലതാമസം ഉണ്ടാകുമെന്ന് സൂചിപ്പിച്ചുവല്ലോ. എത്രയാണ് അതിന്റെ കാലാവധി? നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടവുമായി അതിനെ കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഹിക്മത്ത് എന്ന നിലക്കാണോ ഇത്? ഉദൂ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇളത്തിൽ ഹസന എന്ന ആയത്തിന്റെ നിർദ്ദേശപ്രകാരമുള്ള ഒരു ഹിക്മത്ത് എന്ന നിലക്കാണോ ഇതും? അതുപോലെ താഗൂത്ത് ഭരണത്തിൽ വലിയ തിന്മ തടയാൻ ചെറു തിന്മയോടൊപ്പം നിൽക്കാമെന്നാണോ? ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കുന്നുവെന്നുള്ള നയം ജൂത നയം പോലെ അല്ലേ അതും? അത് ശരിയാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ വിഷയകമായിട്ട് ഉള്ള ഇന്ത്യയില് അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള നാടുകളിലുള്ള മുസ്ലിങ്ങൾ നേരിടുന്ന ആ പ്രതിസന്ധി ഉണ്ടല്ലോ, ഈ പ്രശ്നം, ആ പ്രശ്നത്തിന് 3 വ്യത്യസ്തമായ പരിഹാരങ്ങളോ നിലപാടുകളോ ആണ് സ്വീകരിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിൽ ഒന്നാമത്തേത് പൂർണ്ണമായിട്ടും ഇത് സംബന്ധമായ ഇസ്ലാമിന്റെ വിശുദ്ധ ഖുർആന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുടെയും ഒക്കെ അടിസ്ഥാനത്തിലുള്ള മാർഗദർശനത്തെ അവഗണിച്ചുകൊണ്ട് ഓരോ നാട്ടിലെയും സാമൂഹ്യ രാഷ്ട്രീയ പ്രക്രിയയുടെ പൂർണ്ണമായ ഭാഗമായി മാറുന്ന ഒരു രീതി സ്വീകരിക്കുന്ന ആളുകൾ, അത് ഒരു നിലപാടാണ്. ഇപ്പോ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന അത് മതേതര ജനാധിപത്യ സംവിധാനത്തില് അത് തന്നെ ലക്ഷ്യമാണ് എന്ന നിലക്ക് അതിൽ നിലകൊണ്ടുകൊണ്ട് അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുകയും കൂടിയാൽ ഒരു സമുദായം എന്നുള്ള നിലക്ക് നമ്മുടെ വിഹിതം എല്ലാ കാര്യങ്ങളിലും നമ്മുടെ സാന്നിധ്യം കൊണ്ട് നേടിയെടുക്കണം, നമുക്ക് അർഹതയുള്ള ഒരു വിഹിതം നമ്മൾ തീർത്തും പൂർണ്ണമായും നേടിയെടുക്കണം എന്നൊരു ലക്ഷ്യത്തോടു കൂടി നിലകൊള്ളുന്ന അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്ന ആളുകളും സംഘടനകളും ഒക്കെ ഉണ്ട്. ഇതാണ് ഒന്നാമത്തേത്. അവരുടെ പരമാവധി ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെ ഉള്ള രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിലൊക്കെ തന്നെ, അതുപോലെ തൊഴില്, വിദ്യാഭ്യാസം പോലെയുള്ള കാര്യങ്ങളിൽ, അങ്ങനെയുള്ള സംഗതികളിലൊക്കെ ഒരു സമുദായം എന്നുള്ള നിലക്ക്, ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള നിലക്ക് ഭരണഘടനാപരമായുള്ള നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുക, അത് ഉറപ്പുവരുത്തുക എന്നതൊക്കെയാണ്. ഒരു സാമൂഹ്യ വ്യവസ്ഥ എന്നുള്ള നിലയ്ക്ക് എന്താണോ ഇവിടെ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഇതുപോലെയുള്ള രാജ്യങ്ങളിൽ നിലനിൽക്കുന്നത്, ആ വ്യവസ്ഥ അതേപടി നിലനിർത്തി പോവുക എന്നതിന്റെ കൂടി ഭാഗമായിട്ടുള്ള ഒരു നിലപാടാണ്. അവർക്ക് ഒരു ആദർശ സമൂഹം അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം, ഒരു മൂവ്മെന്റ് എന്നുള്ള നിലക്ക് ആദർശപരമായി സാക്ഷാത്കരിക്കപ്പെടേണ്ട ലക്ഷ്യങ്ങളൊന്നും വേറെ ഇല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ കമ്മ്യൂണിറ്റി, ഈ സൊസൈറ്റിയുടെ പാർട്ടായിട്ട് അതില് വ്യക്തികൾ എന്ന നിലക്കോ സമൂഹം എന്ന നിലക്കോ ഉള്ള അവരുടെ വിഹിതം നേടിയെടുക്കുക എന്നത്, അവരുടെ സ്വത്വം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക, അതുപോലെ പരമാവധി അവരുടെ സർവൈവൽ ഉറപ്പുവരുത്തുക, എല്ലാ കാര്യങ്ങളിലുമുള്ള തങ്ങളുടെ വിഹിതം അല്ലെങ്കിൽ പങ്ക് നേടുക, ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ മാത്രമേ അവര് ഈ ഒരു നിലപാട് ഉള്ള ആളുകൾ കൊണ്ടു നടക്കുന്നുള്ളൂ. അപ്പൊ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അവരുടെ രാഷ്ട്രീയവും അവരുടെ നിലപാടും അവരുടെ
ഇസ്ലാമിനെ കുറിച്ചുള്ള ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തെ മനസ്സിലാക്കുന്നത് പോലും ആ ഒരു ആംഗിളിലാണ് അവർ ചെയ്യുന്നത്. ഇതാണ് ഒരു നിലപാട്. മറ്റൊരു നിലപാട് പൂർണ്ണമായിട്ടും ഇത് താഗൂത്താണ്, ഈ താഗൂത്തി സംവിധാനത്തിന്റെ ഭാഗമാവുക എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസപരമായിട്ട് തന്നെ അതിനോട് യോജിക്കാത്തതും സംഘർഷപ്പെടുന്നതും സംഘട്ടനത്തിലാവുന്നതും ഒക്കെയായ ഒരു സംഗതിയാണ്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും അതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് വേണ്ടത് എന്നൊരു നിലപാട് സ്വീകരിക്കുന്ന വേറൊരു സാധ്യതയുണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ട് എന്ന് പറയല്ല, അങ്ങനെ ഉള്ളവരുണ്ടാവാം. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അത് പൂർണ്ണമായിട്ട് ഇവിടുത്തെ സാമൂഹ്യ രാഷ്ട്രീയ സംവിധാനങ്ങളിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളത്. പക്ഷെ അവര് തന്നെയും ഒരു വ്യക്തികൾ എന്നുള്ള നിലക്ക് 90% കാര്യങ്ങൾ ഈ ഭരണഘടനാ സംവിധാനങ്ങളോട് വിധേയത്വം കാണിച്ചുകൊണ്ടാണ് ഇവിടെ ജീവിക്കേണ്ടി വരുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. അതിനെ ആർക്കും തള്ളിക്കളയാൻ കഴിയില്ല. അതൊരു റിയാലിറ്റിയാണ്. ഇവിടെ വില്ലേജിന്നോ പഞ്ചായത്തിന്നോ ഒരു കടലാസ് കിട്ടണമെങ്കിൽ, ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു വരുമാന നികുതി കൊടുക്കുന്ന വിഷയം ഉണ്ടാവുമ്പോൾ, അതുപോലെ ഒരു ഭൂമി രജിസ്ട്രേഷൻ, ഇങ്ങനെയുള്ള എന്ത് സംഗതിയാണെങ്കിലും അതൊക്കെ ഇവിടെ നിലനിൽക്കുന്ന സാമൂഹ്യ രാഷ്ട്രീയ സംവിധാനത്തിനെ അംഗീകരിച്ചുകൊണ്ടും ഭരണഘടനയെ ഉൾക്കൊണ്ടുകൊണ്ടും ഒക്കെയുള്ള രീതിയിൽ അവർക്കിവിടെ ഒരു ദിവസം പോലും ഫുൾ ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവര് മാറി നിൽക്കുക എന്ന് പറയുന്നത് പൂർണ്ണാർത്ഥത്തില് അവർക്ക് സാധിക്കുന്ന ഒരു കാര്യമല്ല. അവരുടെ മുന്നിൽ ഒന്നുകിൽ ഈ പ്രക്രിയയുടെ ഭാഗമാവാതെ മാറി നിൽക്കുക, അല്ലെങ്കിൽ ഈ രാജ്യത്തുനിന്ന് പലായനം ചെയ്തു പോവുക എന്നുള്ള ഒരു ഓപ്ഷനേ ഉണ്ടാവുള്ളൂ. ഈ ഒരു അങ്ങനെയുള്ള ഒരു കണിശമായ ഒരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ അവർക്ക് പൂർണ്ണമായിട്ട് അതിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളത് സാധിക്കില്ല. ഈ ഭരണപ്രക്രിയയിലോ സംവിധാനങ്ങളിലോ ആസൂത്രണങ്ങളിലോ പങ്കാളികളായില്ല എന്ന് വന്നേക്കാം, അതിൽ നിന്ന് മാറിയുന്നു എന്ന് വന്നേക്കാം. പക്ഷെ അതൊരു പാസീവായിട്ടുള്ള ഒരു നിലപാടാണ്. ഇവിടെ ജനങ്ങള്, മുസ്ലിങ്ങൾ മാത്രമല്ല, പൊതുവെ ജനങ്ങൾ നേരിടുന്ന വിഷയങ്ങളിൽ ഒരു നിലപാട് സ്വീകരിക്കാനോ അല്ലെങ്കിൽ അതിലെ ഒരു ആക്റ്റീവ് എൻഗേജ്മെന്റ് ഉണ്ടാക്കാനോ ഒന്നും സാധിക്കാത്ത ഒരു നിലപാടാണ്. ഇവിടെ എന്തെല്ലാം സങ്കീർണമായ വിഷയങ്ങൾ ഉയർന്നു വന്നാലും അത് പരിസ്ഥിതിയെ, പ്രപഞ്ചത്തെ, പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാവാം. അതുപോലെ ഇവിടെ നിലനിൽക്കുന്ന സാമൂഹ്യ ഘടനയിൽ ചില വിഭാഗങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഉച്ചനീചത്വത്തിന്റെ അല്ലെങ്കിൽ അവഗണനയുടെ, പാർശ്വവൽക്കരണത്തിന്റെ ഒക്കെ വിഷയങ്ങളാവാം. അതുപോലെ വളരെ ഗ്ലെയറിംഗ് ആയിട്ടുള്ള സാമ്പത്തികമായ അനീതിയും അക്രമവും ഒക്കെ ആവാം. സാമുദായികമായ അടിച്ചമർത്തലാവാം. ഇങ്ങനെ പല വിഷയങ്ങളിലും അതിവിടെ ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ അതില് ആക്റ്റീവ് എൻഗേജ്മെന്റ് എന്നൊരു സംഗതി അവർക്ക് സാധിക്കില്ല. അവര് മാറി നിന്ന് കാഴ്ചക്കാരായി നിൽക്കാനേ സാധിക്കുകയുള്ളൂ ഈ വിഷയത്തില്. ഒരുപക്ഷെ അവര് അള്ളാഹുവിന്റെ മാർഗത്തിലേക്കുള്ള പ്രബോധന പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നുണ്ടാകാം, അങ്ങനെ ആളുകളും സംഘങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ. പക്ഷെ അത് തന്നെ വളരെ പരിമിതമായ ഒരു തലത്തിലേ അത് സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി മൂന്നാമത്തെ ഒരു നിലപാടാണ് ഈ സാമൂഹ്യ രാഷ്ട്രീയ പ്രക്രിയ. ഇവിടെ ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് സിസ്റ്റം നിലനിൽക്കുന്നുണ്ടല്ലോ. വേണ്ടത് ഏത് ഭൂപ്രദേശത്താണെങ്കിലും പ്രപഞ്ച സൃഷ്ടാവിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മനുഷ്യർ ജീവിക്കുക എന്നതാണ്. അതുപോലെയുള്ള അതിന് പറ്റുന്ന വിധത്തിലുള്ള ഒരു സാമൂഹ്യ രാഷ്ട്രീയ ക്രമമാണ് ഏത് ഭൂപ്രദേശത്തും വേണ്ടത്. കാരണം അതാണ് സത്യം, അതാണ് യാഥാർത്ഥ്യം, അതാണ് നീതി, അതാണ് നന്മ എന്നതൊക്കെയാണ് അതിനുള്ള കാരണം. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗം ഉൾക്കൊണ്ട ആളുകൾ ദൈവിക നിയമങ്ങളാണ് ജീവിതത്തില്, അവരുടെ വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തിലും ഒക്കെ പിന്തുടരേണ്ടത് എന്നതാണ് വസ്തുത. പക്ഷെ അങ്ങനെ അതിനു വേണ്ട സാഹചര്യമോ അല്ലെങ്കിൽ ജനപിന്തുണയോ ഒക്കെ ഉള്ള ഇടങ്ങളിൽ മാത്രമേ അത് പ്രായോഗികമായിട്ട് ആവുകയുള്ളൂ. ഇതാണ് ഞാൻ ഇന്നലെ പ്രതികരിച്ചപ്പോ സൂചിപ്പിച്ചത്. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൗത്യം ആരംഭിച്ച് ഒരു 23 വർഷം പിന്നിട്ടതിന് ശേഷമാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ, ദൈവിക നിയമങ്ങൾ നടപ്പിലാക്കപ്പെടുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ഒരു സാഹചര്യം സംജാതമാവുന്നത്. സൂചിപ്പിക്കപ്പെട്ട മദ്യം, മയക്കുമരുന്ന്, ചൂതാട്ടം, പലിശ പോലെയുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മാതൃകാ സമൂഹത്തിന് തന്നെ ദൈവിക നിയമങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു പരിശീലന പ്രക്രിയയുടെ ഒരു 2 ദശാബ്ദങ്ങൾ പിന്നിട്ടതിന് ശേഷമാണ്. നമ്മുടേതുപോലെയുള്ള സാമൂഹ്യ സാഹചര്യത്തില് ഒന്ന്, ഇസ്ലാമിക സമൂഹം യുണൈറ്റഡ് അല്ല, സംഘടിതമല്ല, അവർക്കൊരു നേതൃത്വമില്ല, ലക്ഷ്യമില്ല, ദിശാബോധമില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഒരു നൂറ്റാണ്ടോ 2 നൂറ്റാണ്ടോ ഈ സാഹചര്യത്തിൽ ജീവിച്ച് പ്രയത്നങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടാണെങ്കിലും എന്ത് ലക്ഷ്യം കൈവരിക്കണം എന്നതിനെ കുറിച്ച് പോലും ഒരു പൊതുവായ ധാരണ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല. അതിന് ഒരു സംഘടിതമായ വിധത്തിലുള്ള ഒരു ആശയപ്പൊരുത്തം അക്കാര്യത്തിൽ ഉണ്ടാകുന്ന വിധത്തിലുള്ള ഒരു നേതൃത്വവും മുസ്ലിം സമൂഹത്തിന് ഉണ്ടായിട്ടില്ല. ഇത് മുസ്ലിങ്ങളുടെ മാത്രം കാര്യമല്ല. നീതി പുലരണമെങ്കിൽ സമൂഹത്തിൽ എല്ലാ വിഭാഗങ്ങളും അവരർഹിക്കുന്ന അവകാശങ്ങളും വിഹിതവും ഒക്കെ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവണമെങ്കിൽ ദൈവികമായ നീതി വ്യവസ്ഥ നടപ്പിലായാലേ അത് ഉണ്ടാവുള്ളൂ. അത് ഉണ്ടാവാത്ത ഒരു സമൂഹത്തിലും വിവിധ വിഭാഗങ്ങളുടെ അവകാശവും അർഹതയും അവരുടെ വിഹിതവും ഒക്കെ അവർക്ക് നൽകപ്പെടുന്ന, അവർക്ക് ലഭിക്കുന്ന ഒരവസ്ഥ സംജാതമാവുക എന്നത് ഇമ്പോസിബിളായ, സാധ്യമല്ലാത്തൊരു സംഗതിയാണ്. അപ്പൊ ഈ ഒരു അവസ്ഥ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തില് ഈ 3 സാധ്യതകളിൽ ഏതാണ് ശരി എന്നത് മുസ്ലിം സമൂഹം അവരുടെ പണ്ഡിതന്മാരും നേതാക്കന്മാരും ഒക്കെ ഇജ്തിഹാദ് ചെയ്യേണ്ടതുണ്ട്. പൂർണ്ണമായിട്ട് ഈ പ്രക്രിയയിൽ നിന്ന് മാറി നിൽക്കുകയാണോ വേണ്ടത്? അതല്ല, ഈ പ്രക്രിയയുടെ ഭാഗമായിട്ട് അങ്ങ് അത് തന്നെയാണ് ലക്ഷ്യം എന്ന നിലക്ക് അതിന്റെ ഭാഗമായി നിലകൊള്ളുകയാണോ? അങ്ങനെ ആവുമ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റി ഒരു ഉമ്മത്ത് എന്നുള്ള നിലക്ക് അവർക്ക് വ്യത്യസ്തമായ താല്പര്യങ്ങളോ ലക്ഷ്യങ്ങളോ ആദർശപരമായ ദിശയോ ഒന്നും ഉണ്ടാവില്ല. അവർ ഇവിടുത്തെ ഒരു ഒഴുക്കിന്റെ ഭാഗമായിട്ടേ ഉണ്ടാവുള്ളൂ. ആദർശപരമായ ഒരു പ്രത്യേകതയോ എടുത്തു പറയാവുന്ന മേന്മയോ ഒന്നും അവർക്ക് ഉണ്ടാവില്ല. മാത്രവുമല്ല, അവർക്ക് സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളുടെ ഉന്നമനത്തിന്, വിമോചനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നവും ഒരു ലക്ഷ്യമൊന്നും ഉണ്ടാവില്ല. അപ്പോ രണ്ടാമത്തെ ഈ ഇവിടുത്തെ സിസ്റ്റത്തിന്റെ ഭാഗമായി മാറുന്ന ആളുകളുടെ നിലപാടിന്റെ ഒരു പ്രത്യേകതയാണ് ഞാൻ സൂചിപ്പിച്ചത്. പൂർണ്ണമായിട്ട് മാറി നിൽക്കുന്ന ആളുകള് ഏത് കാലത്താണ് ഈ ചോദ്യം ഉന്നയിച്ച ആള് ചോദിച്ച പോലെ ഈ ലക്ഷ്യങ്ങളിലേക്ക് എത്തുക എന്നത് പോലും സങ്കല്പിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് ആക്റ്റീവ് എൻഗേജ്മെന്റ് ഇല്ല. ഈ പൊളിറ്റിക്കൽ പ്രോസസ്സിൽ അല്ലെങ്കിൽ ഇവിടുത്തെ സോഷ്യൽ പ്രോസസ്സിൽ ഒരു ആക്റ്റീവ് എൻഗേജ്മെന്റ് ഇല്ലാതെ മാറി നിൽക്കുക എന്നത് വലിയ അളവോളം സ്വയം സ്വയം ഇല്ലാതായിക്കൊണ്ടിരിക്കാൻ അല്ലെങ്കിൽ ചുരുങ്ങി പോവാൻ കൂടി കാരണമാവുന്ന ഒരു സംഗതി ആവാനേ സാധ്യതയുള്ളൂ. മൂന്നാമത്തെ സംഗതിയാണ് ഇതില് എനിക്ക് അഭികാമ്യമായിട്ട് തോന്നുന്നത്. അത് ആരെങ്കിലും ചെയ്യുന്ന ഏതെങ്കിലും ഒരു മോഡൽ ശരിയാണ് എന്ന് ഞാൻ പറയല്ല. പല മോഡലുകളും ഈ വിഷയത്തില് പലരും പ്ലേ ചെയ്ത് നോക്കുന്നുണ്ട്. അത് ഏതാണ് കൂടുതൽ ശരി എന്നതൊക്കെ തീരുമാനിക്കപ്പെടേണ്ടത് എന്ത് അവര് ലക്ഷ്യം വെക്കുന്നു, അവര് മാർഗദർശനമായിട്ട് എന്തിനെ സ്വീകരിക്കുന്നു എന്നതൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. മുസ്ലിം കമ്മ്യൂണിറ്റി ഒരു മൂവ്മെന്റ് എന്നുള്ള നിലക്ക്, ഒരു പ്രസ്ഥാനം, ഒരു ഹെറക്ക എന്ന നിലക്ക് ഒരു സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും മോചനം ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങുന്ന ഒരു സമൂഹം എന്ന നിലക്കാണെങ്കിൽ അതിനു പറ്റിയ ആസൂത്രണവും അതിനു പറ്റിയ മാർഗദർശനവും അതിന് കൃത്യമായ നിർണയിക്കപ്പെട്ട ലക്ഷ്യങ്ങളും ഒക്കെ ആയിട്ട് വേണം ആ ഒരു സംഗതി ഉണ്ടാവാൻ. ഇത് ക്ലിയർലി ഡിഫൈൻഡ് ആയാലും ഡിഫൈൻഡ് അല്ലെങ്കിലും ചില സംഘടിത വിഭാഗങ്ങളൊക്കെ ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സാധ്യത, പൊളിറ്റിക്കൽ എൻഗേജ്മെന്റ് എന്നൊരു സാധ്യതയെ പ്രയോജനപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് പരീക്ഷണാത്മകമാണ്. അത് വിജയിക്കുമെന്നോ അല്ലെങ്കിൽ അതാണ് കൃത്യമായിട്ടും ശരിയെന്നോ ഒന്നും പറയാൻ ഞാൻ ആളല്ല. അങ്ങനെ ഉള്ള പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. അതിന് 2 സാധ്യതയുണ്ട്. ചില ഗുണപരമായ നേട്ടങ്ങൾ ഉണ്ടാവാം, ലക്ഷ്യത്തിലേക്ക് കുറച്ചുകൂടിയൊക്കെ അടുക്കാൻ അത് സഹായകമായി വരും. രണ്ടായാലും അത് പരാജയമാണെങ്കിൽ തന്നെയും അതില് നല്ലൊരു ഉദ്ദേശം മനസ്സിലുണ്ട്, ഒരു ലക്ഷ്യമുണ്ട് എന്ന കാരണത്താൽ തന്നെ അത്തരം എൻഗേജ്മെന്റ്സ്
മഅ്ജൂറാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇജ്തിഹാദാണത്. ഇജ്തിഹാദ് എന്ന് പറയുന്നത് ഒരു കുത്തൊഴുക്കിന്റെ ഭാഗമാവുക എന്നുള്ളതല്ല. അള്ളാഹുവിന്റെ കിതാബിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅയുടെയും അടിസ്ഥാനത്തിൽ നമ്മുടെ സാഹചര്യത്തിന് യോജിച്ച ഒരു വഴി എന്താണ് എന്നത് എക്സ്പ്ലോർ ചെയ്യലാണല്ലോ. അത് എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ഒരു നിലപാടിലേക്കും തീരുമാനത്തിലേക്കും ഒക്കെ എത്തി അതുമായി മുന്നോട്ട് പോവുക എന്നത് കൃത്യമായി അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടും സമൂഹത്തിന്റെ ഗുണവും നന്മയും ആഗ്രഹിച്ചുകൊണ്ടും സാമൂഹ്യ വിമോചനം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സാധ്യമാവണം എന്ന ആഗ്രഹത്തോടെയും ഒക്കെയുള്ള ഒരു പ്രയത്നമാണ്. അത് ഒരു ഇജ്തിഹാദിന്റെ ഫലമായിട്ട് ഒരു വിഭാഗമോ അല്ലെങ്കിൽ പല വിഭാഗങ്ങളോ സ്വീകരിക്കുന്ന ഒരു സ്ട്രാറ്റജി ആയിട്ട് അതിനെ കാണാൻ സാധിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞത് മുസ്ലിം സമൂഹം തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാകുന്നതും അതിന്റെ പ്രോസസ്സിൽ ഭാഗവാക്കാകുന്നതും ഒന്നും തന്നെ പൂർണ്ണമായിട്ട് വ്യക്തിപരമായിട്ട് ഈ മദ്യം, മയക്കുമരുന്ന്, ചൂതാട്ടം, പലിശ ഈ വക സംഗതികളെ പിന്തുണക്കാനോ അതിന്റെ ഭാഗമാവാനോ അല്ല, ഒരിക്കലും അല്ല. വ്യക്തിപരമായിട്ട് അവർക്ക് അവരുടെ സാധ്യത അനുസരിച്ച് അതിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ട് മാറി നിൽക്കാൻ പറ്റുന്ന സ്ട്രാറ്റജീസ് അവർക്ക് കണ്ടെത്താം. പക്ഷെ ഒരു സമൂഹം എന്ന നിലയ്ക്ക് ഇവിടെ നിലനിൽക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് ഇതൊക്കെ തന്നെ. അതുകൊണ്ട് അത് പൂർണ്ണമായിട്ട് ഇല്ലാണ്ടാക്കുക എന്നത് നമ്മൾ ലക്ഷ്യമിടുന്നത് തന്നെ ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇസ്ലാമിക സമൂഹം അള്ളാഹുവിന് വിധേയപ്പെടുന്ന ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിന് ലക്ഷ്യം വെക്കേണ്ടവരാണ്. അങ്ങനെ അള്ളാഹുവിന് വിധേയപ്പെടുന്നവരായിട്ട് ഒരു സമൂഹം മാറുമ്പോൾ അതിന്റെ സ്വാഭാവികമായ പരിണിതിയായിട്ട് വരുന്ന ഒരു സംഗതിയാണ് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക എന്നുള്ളത്. അത് അള്ളാഹുവാണ് അതിന്റെ സെൻട്രൽ ആയിട്ട് വരേണ്ട കാര്യം. അള്ളാഹുവിന്റെ ഏകത്വം ഉൾക്കൊണ്ടുകൊണ്ട് പ്രപഞ്ചത്തിന് ഒരു നാഥനുണ്ട്, ഒരു സൃഷ്ടാവുണ്ട്, അവനാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്, അവന്റെ മാർഗദർശനം അനുസരിച്ചാണ് മനുഷ്യരെല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് എന്നത് അംഗീകരിക്കുന്ന ഒരു സമൂഹമായിട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ളതൊക്കെ വന്നു ചേരും. അതിന് ചില നടപടിക്രമങ്ങളൊക്കെ അപ്പോഴൊക്കെ വേണ്ടി വന്നു എന്നും വരും. അല്ലാതെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ സമൂഹത്തില് ഈ വക സംഗതികൾ, പലിശ, മദ്യം, മയക്കുമരുന്ന്, ചൂതാട്ടം ഇതൊക്കെ ഇല്ലാണ്ടാക്കാം എന്ന് ലക്ഷ്യമിടുന്നതിന് അർത്ഥമില്ല. അത് അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ, അള്ളാഹുവിന് വിധേയപ്പെട്ട, സത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമൂഹത്തിന്റെ വിമോചനത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ആളുകൾക്ക് പിന്നീട് സ്വാഭാവികമായിട്ട് വന്നു ചേരുന്ന അവർക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന ഒരു കാര്യം മാത്രമാണ് ഈ സംഗതികൾ വിഭാടനം ചെയ്യുക എന്ന ഒരു സംഗതി. അത് ഒരു സമൂഹത്തില് ബഹുഭൂരിപക്ഷം ഇസ്ലാമിക ആദർശത്തെ അംഗീകരിക്കാത്തവരായി നിലകൊള്ളുന്ന കാലത്തോളം നമുക്കത് ആരുടെയും മേൽ അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് സാധ്യമല്ല. അത് വേണ്ടതുമില്ല. അള്ളാഹു അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യവുമല്ല. നമ്മളോടാണ് മദ്യം ഉപേക്ഷിക്കാൻ, പലിശ ഉപേക്ഷിക്കാൻ, അതുപോലെ ഉള്ള നിർദ്ദേശങ്ങളൊക്കെ വിശ്വാസികളോടാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. വിശ്വാസികൾക്കാണ് അത് ബാധകമാവുക. ബാക്കിയുള്ളവർക്ക് ആ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുക എന്നത് ഇസ്ലാം നിർദ്ദേശിച്ച ഒരു കാര്യമേ അല്ല. അത് ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ പോലും അങ്ങനെ ഒരു സംഗതി പൂർണ്ണമായിട്ട് സ്വകാര്യമായിട്ട് അവർക്ക് അത്തരം സംഗതികളിൽ ഏർപ്പെടുന്നത് വിലക്കുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രായോഗികത പരിഗണിച്ചുകൊണ്ട് പോലും അത് അംഗീകരിക്കാൻ അല്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ചില ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളായ പ്രദേശങ്ങളിലോ നാടുകളിലോ അതിന് പൊതുവായിട്ടുള്ള വിലക്ക് ഉണ്ടെങ്കിൽ പോലും അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കാനോ ഇത്തരം സംഗതികള് അവർ പങ്കാളികളാവുന്നുണ്ടോ എന്നത് എക്സ്പ്ലോർ ചെയ്യാനോ ഒന്നും അവിടെ സംവിധാനങ്ങളില്ല. അതൊന്നും ഭരണ സംവിധാനങ്ങൾ അവിടുത്തെ സംവിധാനങ്ങൾ ആ നിലക്ക് ജനങ്ങളോട് അങ്ങനെ ആവശ്യപ്പെടുന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഇസ്ലാമിക സമൂഹത്തിന് നൽകപ്പെട്ടിട്ടുള്ള നിർദ്ദേശമാണ്. ഇസ്ലാമിക വ്യവസ്ഥ ഉണ്ടാകുമ്പോൾ അതൊക്കെ വെട്ടിച്ചുരുക്കി കൊണ്ടുവരും. എന്നാൽ പോലും ഇസ്ലാമിക ആദർശം ഉൾക്കൊള്ളാത്ത ആളുകൾ അത്തരം സംഗതികള് സ്വകാര്യമായി ചെയ്യുന്നത് ഇസ്ലാം ഒരു കരുത്ത് ഉപയോഗിച്ചോ അല്ലെങ്കിൽ നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ടോ ഒന്നും അവസാനിപ്പിക്കുന്ന ഒരു എക്സ്റ്റെന്റിലേക്ക് കൊണ്ടുപോകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല.
അപ്പോ ഇതൊക്കെയാണ് ഇത് സംബന്ധമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. അപ്പോ ഈ വ്യത്യസ്തമായ മോഡൽസ് ഞാൻ പറഞ്ഞല്ലോ. ഒന്ന്, പൂർണ്ണമായിട്ട് ഈ സാമൂഹ്യ രാഷ്ട്രീയ പ്രക്രിയയിൽ നിന്ന് മാറി നിന്ന് ഇസ്ലാമിക നിയമങ്ങൾ 100% നടപ്പിലാക്കപ്പെടുന്ന ഒരു സാഹചര്യം വരുമ്പോഴേ നമുക്ക് അതിൽ എൻഗേജ്മെന്റ് ഉണ്ടാവുള്ളൂ എന്ന് തീരുമാനിക്കുന്നത് ഒരു നയമാണ്. പക്ഷെ അത് വളരെ പാസീവായി എല്ലാറ്റിൽ നിന്നും വിട്ടു നിൽക്കുകയും സ്വയം ചുരുങ്ങി പോവുകയും ചെയ്യുന്ന വിധത്തിൽ മാത്രം പ്രയോഗത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തത്, ലക്ഷ്യമേ ഇല്ലാതെ ഇവിടുത്തെ സാമൂഹ്യ രാഷ്ട്രീയ സംവിധാനത്തിന്റെ ഭാഗമായി അങ്ങ് ചേർന്ന് ആകെ ലക്ഷ്യം വെക്കുന്ന കാര്യം തങ്ങളുടെ വിഹിതം കിട്ടണം, അതിനുവേണ്ടി സാന്നിധ്യം അറിയിക്കണം എന്ന നിലക്കുള്ള ഒരു രാഷ്ട്രീയം. അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത്, ഇസ്ലാമിക ആദർശത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് തന്നെ ഇവിടുത്തെ സമകാലിക സാഹചര്യത്തിലെ ചുറ്റുപാടുകളുടെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ആക്റ്റീവ് എൻഗേജ്മെന്റിന് ഒരവസരമായിട്ട് രാഷ്ട്രീയത്തെ കാണുക, സാമൂഹ്യ പ്രവർത്തനങ്ങളെ കാണുക, സാധിക്കുന്നിടത്തോളം നന്മ ഉയർത്തിപ്പിടിക്കുകയും തിന്മ തടയാൻ വേണ്ടി ശ്രമിക്കുകയും ഒക്കെ ചെയ്യുക. അതേ സമയത്ത് അതിനേക്കാളൊക്കെ വലിയ ലക്ഷ്യമായിട്ട് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലെ ചുറ്റുപാടുമുള്ള ആളുകൾ അള്ളാഹുവിനെ, പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ട് അവന്റെ നിയമവ്യവസ്ഥ അംഗീകരിക്കുന്നവരായി മാറുവാൻ വേണ്ട വിധത്തിൽ അവർക്ക് അള്ളാഹുവിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുകയും അവരെ അത് സംബന്ധമായിട്ട് കൂടുതൽ ബോധമുള്ളവരാക്കി മാറ്റുകയൊക്കെ ചെയ്യുക എന്നതിന് ഊന്നൽ കൊടുക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ ഈ 3 രീതികളിൽ ഏറ്റവും ശരിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ മൂന്നാമത്തെ രീതിയാണ്. അത് 100% ശരിയാണെന്നോ പ്രായോഗികമാണോ എന്നോ ഞാൻ പറയല്ല. അതിന് തന്നെ ഒരൊറ്റ മോഡലേ ഉള്ളൂ എന്നും എനിക്ക് അഭിപ്രായമില്ല. വ്യത്യസ്തമായ മോഡലുകൾ പലരും പ്രാക്ടീസ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് നമ്മളുടെ ചുറ്റുപാടിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതാണ് വസ്തുത. ബാക്കി ഇത് സംബന്ധമായിട്ട് ഓരോരുത്തരും അവരുടെ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഒരു നിലപാടിലേക്ക് വരികയാണ് വേണ്ടത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ആ വിഷയം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ ആദ്യഘട്ടത്തില് ഖലീഫുമാരുടെയും തുടർന്നുള്ള ഘട്ടത്തിലൊക്കെ തന്നെ ഉണ്ടായ രാഷ്ട്രീയമായ സംഘർഷങ്ങളെ, ഇതിനെ രാഷ്ട്രീയം മതം എന്ന നിലക്കുള്ള ഒരു വേർതിരിവ് കാണിക്കുന്നതിൽ മൗലികമായ ഒരു പ്രശ്നമുണ്ട്. വിശുദ്ധ ഖുർആന്റെയും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെയും പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അതിനെ വിലയിരുത്തുമ്പോൾ അങ്ങനെ ഒരു വിഭജനം നടത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. യതീമിന്റെ അവകാശങ്ങൾ സ്ഥാപിക്കുന്നതിനും അതിന് യതീമിന്റെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതും ഒരാൾ ചെയ്യാതിരിക്കുന്നതോ അല്ലെങ്കിൽ തടയുന്നതോ പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നതോ ഒക്കെ പോലും ദീനിനെ കളവാക്കുന്ന ഒരു സംഗതിയായിട്ട് വിശുദ്ധ ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദഉൽ യതീം ഫലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇത് ഒക്കെ സൂചിപ്പിക്കുന്നത് ഇസ്ലാം വളരെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു റിലിജനാണ്. അത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനം എന്ന് പറയുന്നത് ആത്മീയത ഒന്ന് വേറെയും ഭൗതിക ജീവിതം ഒന്ന് വേറെയും ആയിട്ടുള്ളതല്ല. നിത്യജീവിതത്തില് അതിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ഇടപെടലിൽ പോലും പ്രതിഫലിക്കേണ്ടതായ ഒരു ആദർശമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിന് ആത്മീയത എന്ന വിധത്തില് അനുഷ്ഠാനങ്ങള്, അതുപോലെ ആരാധന, ഇതൊക്കെയാണ് ഇസ്ലാം, അതുമാത്രമാണ് ഇസ്ലാം, അതും മറ്റതും തമ്മിൽ ബന്ധം വേണ്ടതില്ല എന്ന ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ് ആക്കി കാണുന്നത് ഒരുപക്ഷെ ഇസ്ലാമിക ലോകത്ത് പല വിധത്തിലുള്ള സെറ്റ് ബാക്ക്, തിരിച്ചടികൾ ഉണ്ടായ കാലഘട്ടത്തിലൊക്കെ ആയിട്ട് രൂപപ്പെട്ടു വന്നതാവാനിടയുണ്ട്. പക്ഷെ അത് ഖുർആനോ സുന്നത്തോ പഠിപ്പിക്കുന്ന ഒരു ദീനല്ല എന്നതാണ് നമുക്ക് കൃത്യമായിട്ടും ബോധ്യപ്പെടുന്ന കാര്യം. സാമൂഹ്യ രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കുക എന്നത് ഇസ്ലാമിന്റെ ലക്ഷ്യം തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. ഇസ്ലാം ഒരു വളരെ മൗലികമായ പ്രാപഞ്ചിക ആദർശം തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതാണ് യാഥാർത്ഥ്യം എന്നതുകൊണ്ടാണ് മുസ്ലിങ്ങൾ അത് അപ്ഹോൾഡ് ചെയ്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലക്കൊള്ളുന്നത്. അത് പക്ഷെ അതിന് പ്രായോഗിക ബോധം പാടില്ല, അതുപോലെ അതിന് നയപരത വേണ്ടതില്ല, സമകാലിക യാഥാർത്ഥ്യങ്ങളെ കാണേണ്ടതില്ല എന്നൊന്നും അർത്ഥമില്ല. ഇസ്ലാമിന്, മുസ്ലിം സമൂഹത്തിന് ലക്ഷ്യം വെക്കാൻ അള്ളാഹുവിന്റെ ദൈവിക ജീവിത വ്യവസ്ഥ സമൂഹത്തിൽ എല്ലാവർക്കും ലഭ്യമാക്കുക എന്ന ഒരു ലക്ഷ്യം ഇല്ലാതെ ഒരു മുസ്ലിം സമൂഹം
എന്ന നിലയ്ക്ക് ഒരു കൂട്ടർക്കും നിലനിൽക്കാൻ കഴിയില്ല. കേവലമായ ആത്മീയതയോ വ്യക്തിപരമായ അനുഷ്ഠാനങ്ങളോ ആണ് ഇസ്ലാമിന്റെ ലക്ഷ്യം എന്ന് പലരും തെറ്റിദ്ധരിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ ചങ്ങലക്കെട്ടുകള് അല്ലെങ്കിൽ അറുത്തു മാറ്റുന്നവനും ഭാരമിറക്കി വെക്കുന്നവനും സമൂഹത്തിന് വിമോചനം നേടിക്കൊടുക്കുന്നവനുമാണ് എന്ന വിധത്തില് ഖുർആൻ പരാമർശിക്കുന്നത് നമ്മൾ പിന്നിട്ട സൂറത്തുകൾ പഠിച്ചപ്പോൾ കണ്ടതാണ്. അതൊക്കെ ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. കേവല ആത്മീയതയോ കേവലമായ അനുഷ്ഠാനങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതികൾ. ഇനി ഇസ്ലാമിക ആദർശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് സ്വകാര്യതകളിലുള്ള ദീന് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ആരെങ്കിലും അത് കണ്ടു മനസ്സിലാക്കി ഉൾക്കൊള്ളട്ടെ എന്നൊരു നിലപാട് സ്വീകരിക്കുന്നതും ഇസ്ലാമിന്റെ മാതൃകയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണം ആരംഭിച്ച ആദ്യഘട്ടത്തിൽ തന്നെ ചെയ്തൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സഫ മലയുടെ മുകളിൽ കയറി നിന്നിട്ട് ഒരു പ്രഭാതത്തില് എല്ലാ ആ പരിസരത്തുള്ള മുഴുവൻ ഗോത്രങ്ങളിലെയും ആളുകളെ വിളിച്ചു കൂട്ടുകയാണ്. എന്നിട്ട് അവരോട് പ്രഖ്യാപിക്കുകയാണ് അള്ളാഹുവിന്റെ ഏകത്വത്തെ ഉൾക്കൊള്ളണമെന്നും അതിലേക്ക് വരണമെന്നൊക്കെ അവരോട് ആവശ്യപ്പെടുകയാണ്. അവരെ കാത്തിരിക്കുന്നത് വലിയ അപകടമാണ് എന്നത് അവരോട് താക്കീത് ചെയ്യുകയാണ്. ഇതിനോട് വളരെ ഭീകരമായ വിധത്തില് മക്കയിലെ പ്രമാണിമാര് പ്രതികരിച്ച കാര്യവും ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോ എതിർപ്പ് ഉണ്ടാവുക എന്നത് ഒഴിവാക്കാൻ വേണ്ടി ആദർശം അല്ലെങ്കിൽ ജീവിത ലക്ഷ്യമൊന്നും വെളിപ്പെടുത്താതിരിക്കുക എന്നത് ഇസ്ലാമിന്റെ മാതൃകയല്ല. ജനങ്ങളെ സത്യമാർഗത്തിലേക്ക് ക്ഷണിക്കുന്നത് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന വിധത്തിൽ തന്നെ ആണ് വേണ്ടത് എന്നതാണ് പ്രവാചക മാതൃക. അതുകൊണ്ടാണ് മൂസ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് തന്നെ പറഞ്ഞയച്ചിട്ട് കാര്യം പറയാൻ പറയുന്നത്. കാരണം അവിടെ തുടങ്ങണം, അതാണ് അതിന്റെ വിഷയം. അത് ശരിയായ മെസ്സേജ് ആവണമെങ്കിൽ, ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ അവിടെ ഫറോവയെ തന്നെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സെൻസിറ്റൈസ് ചെയ്യുമ്പോഴാണ് അത് ശരിയായ വിധത്തിൽ നടക്കുക. സ്വകാര്യമായി ഏതെങ്കിലും കുഗ്രാമങ്ങളിൽ ചില ആളുകളോട് ദൈവിക സന്ദേശം അങ്ങനെ സ്വകാര്യമായിട്ട് മാത്രം പങ്കുവെച്ച് അതീവ രഹസ്യമായി അങ്ങനെ ജീവിക്കുക എന്നതല്ല ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മാതൃക. മറിച്ച് ഇസ്ലാമിക ദൗത്യം അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ആ ഒരു സംഗതി, അതിന്റെ സ്പിരിറ്റ് ചൈതന്യമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അത് നിർവഹിക്കാൻ ഒരു സമൂഹം രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും സമൂഹത്തിലെ സകല മനുഷ്യരെയും പരിഗണിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള വിമോചനത്തിന്റെ മാർഗം പ്രഖ്യാപിച്ചു അവരെ അതിലേക്ക് ക്ഷണിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളത് അതിന്റെ ഭാഗമാണ്. നമ്മൾ അതിന് പ്രാപ്തരാണോ, സന്നദ്ധരാണോ, അതിനുവേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ, നമ്മളുടെ ഉള്ളിലെ ഒരു ലക്ഷ്യമായിട്ടെങ്കിലും അതുണ്ടായിട്ടുണ്ടോ എന്നതൊക്കെ അനുസരിച്ചായിരിക്കും നമുക്ക് അതിനോടുള്ള പ്രതിബദ്ധത ഉണ്ടാവുക. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിലേക്ക് നമ്മൾ നിരന്തരം നോക്കിക്കൊണ്ടിരിക്കണം. വിശുദ്ധ ഖുർആൻ നൽകുന്ന നിർദ്ദേശങ്ങളെ അതിന്റെ സാകല്യത്തിൽ ഉൾക്കൊള്ളുകയും വേണം. ഭാഗികമായിട്ട് എന്തോ ആത്മീയതയുടെ അല്ലെങ്കിൽ സ്വകാര്യ ജീവിതത്തിന്റെ ഒരു കച്ചവടമാണ് ദീന് എന്ന് മനസ്സിലാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതി കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാര് അല്ലെങ്കിൽ നേതാക്കന്മാര് പിന്നിട്ട ദശകങ്ങളിൽ സ്വീകരിച്ചിരുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് അവർക്ക് അതിനുള്ള ന്യായം എന്തായിരുന്നാൽ പോലും അത് ഇസ്ലാമിന്റെ ഒരു മാതൃകയായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഇസ്ലാം ഒരു ആദർശ പ്രസ്ഥാനമാണ്. അത് ആദർശ പ്രസ്ഥാനമായി നിലകൊള്ളുകയാണ്. അത് നമുക്ക് കിട്ടി, ഇനി ആർക്കും കിട്ടരുത് എന്നൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് നമ്മളത് സ്വകാര്യമായി നുണഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു ഇസ്ലാമിന്റെ മാതൃകയെ അല്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. ഇതിൽ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും തൽക്കാലം ഞാൻ പോകുന്നില്ല. നമ്മൾ സമയം അതിക്രമിച്ചിട്ടുണ്ട്. അതുപോലെ അതിജീവനത്തിന് സോവിയറ്റ് റഷ്യയിലും ചൈനയിലും അതുപോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ എന്താണോ സാധിക്കുന്നത് അതിജീവനത്തിന്റെ വഴി, അത് ഓരോ സന്ദർഭത്തിലും ആ സാഹചര്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് അവരുടേതായ രീതിയിൽ പ്രായോഗികമായി ആലോചിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ്. തുർക്കിയിൽ അതിജീവനത്തിന് വേണ്ടി അവർ പ്രയത്നിച്ചിട്ടുണ്ട്. ഇപ്പോ അതിജീവനം ഒന്നും വേണ്ടതില്ല എന്ന് തോന്നുന്ന നമ്മളുടെ സൗദി അറേബ്യ, ഹറമൈൻ ഷരീഫിലുള്ള സൗദി അറേബ്യയുടെ കാര്യം, അവിടെ പോലും ഇസ്ലാമിക ദർശനം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന
ആ ബാധ്യതകൾ നിർവഹിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അധികാര സംവിധാനത്തിനകത്ത് അതിജീവനം പരിമിതമായ രീതിയിലേ സാധിക്കുകയുള്ളൂ. അവിടെയൊക്കെ തന്നെ ഇസ്ലാം അല്ലാത്ത പല താല്പര്യങ്ങളും മേൽക്കൈ നേടിക്കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളില് ബാക്കി അള്ളാഹു പുറത്തു വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് സാധിക്കുന്ന ഒരു അതിജീവന തന്ത്രം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നത് ഏത് കാലഘട്ടത്തിലും എവിടെയുമുള്ള ആളുകൾക്ക് അതിനു വേണ്ട പ്രയത്നങ്ങൾ നടത്താവുന്നതാണ്. പക്ഷെ ഐഡിയലായ ഇസ്ലാമിക ദൗത്യം എന്താണ് എന്നത് വിലയിരുത്തുമ്പോൾ, എന്നത് പരിഗണിക്കുമ്പോൾ ആ സമയത്ത് ഇങ്ങനത്തെ ചില ഒരു കട്ട് ആൻഡ് പേസ്റ്റ് മോഡലുകൾ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ഐഡിയൽ ആയതോ ശരിയായതോ ഒന്നും അല്ലാത്ത, എന്നാൽ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ ചിലർ സ്വീകരിച്ച മോഡലുകൾ നമ്മൾ കാണുന്നുണ്ട്. അതാണ് ഇസ്ലാമിന്റെ മോഡല് എന്ന് പറയുന്നത് ശരിയല്ല. നമുക്ക് അതൊരു മോഡലാണ്, ചിലരുടെ ശ്രമങ്ങളാണ്. പക്ഷെ അതിനേക്കാൾ സാധ്യതയുള്ളതും ഇസ്ലാമിക ദർശനത്തോടും ഇസ്ലാമിക ആദർശത്തോടും ഒക്കെ, ഖുർആനോടും സുന്നത്തിനോടും ഒക്കെ ചേർന്ന് നിൽക്കുന്ന വേറെ സാധ്യതകൾ എന്താണ് എന്നത് വിലയിരുത്തി മുന്നോട്ട് നീങ്ങാൻ മുസ്ലിങ്ങൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട്. അതിന് ചില മാതൃകകളോ വഴികളോ ഒക്കെ തേടുമ്പോൾ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും അതുപോലെ വിശുദ്ധ ഖുർആന്റെ ചില നിർദ്ദേശങ്ങളിലും ഒക്കെ വ്യക്തമായ മാർഗദർശനം ലഭിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.